മനുഷ്യത്വമുള്ള ഇടയനും കറപുരളാത്ത സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു മണ്ണാറ പ്രായിലച്ചനെന്ന് ബെന്നി ബെഹനാൻ MP അഭിപ്രായപ്പെട്ടു. തോട്ടുമുഖം YMCA ക്യാമ്പ് സെന്ററിൽ കാഴ്ച പരിമിതിയുള്ളവർക്കായി നടത്തുന്ന റവറൻ മണ്ണാറപ്രായിൽ അഖില കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരിക്കലും ഒരു കാര്യത്തിന് പിന്നോട്ട് നയിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞങ്ങൾ സൂചിപ്പിക്കാനാക്കി. ഞാൻ MLA ആയിരുന്ന സമയത്ത് കാഴ്ച കുറവുള്ള കുട്ടികളുടെ ബ്ലൈൻഡായിട്ടുള്ള കുട്ടികളുടെ ഫുട്ബോൾ മാച്ചിൽ പങ്കെടുക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ രാജമാണിക്യമാണ്. ഞാനാണ് ഉദ്ഘാടകൻ, രാജമാണിക്യമാണ് അതിൻ്റെ മുഖ്യാതിഥി. എറണാകുളത്ത് വെച്ചാണ് കളി നടത്തിയത്. ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് തിരിയൊക്കെ കുളത്തിൽ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഘാടകർ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടികളോടൊപ്പം ഫുട്ബോൾ കളിക്കണം എന്ന് വിചാരിച്ചോ, എന്താ കുഴപ്പമൊന്നും വെച്ചാൽ ഞങ്ങൾ അറിയാം. പക്ഷെ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ കണ്ണും കെട്ടി ഞങ്ങൾക്ക് കാഴ്ചയില്ലാതെ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ഒരു പ്ലെയറെ ഞാൻ ആദ്യം പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് പ്ലെയറാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ ഞാൻ മോൻ്റെ ടീമിലാണ്, ഞാനും വെള്ള ജേഴ്സിയാണ് ചെയ്യുന്നത്. ആ കൊച്ചനോട് മറുപടി പറഞ്ഞു, സാറേ എനിക്ക് നിറം തിരിച്ചറിയാൻ കഴിയില്ല, കളിക്കുന്ന പന്തിൻ്റെ ഷേപ്പ് പോലും ആ കുട്ടിക്കറിയില്ല, എങ്ങനെ കളിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ പന്തിനകത്ത് വന്നിരിക്കുന്ന കുട്ടികൾക്കറിയാം, പന്തിനകത്ത് ഒരു മണി വെച്ചിട്ടുണ്ട്. ആ പന്ത് നീങ്ങുമ്പോൾ അതിൻ്റെ മണിനാദം കേട്ട് കുട്ടികൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. അവർ നന്നായി കളിക്കുന്നു, അവർ ഗോളടിക്കുന്നു. കാഴ്ചയുണ്ടെന്ന് അഹങ്കരിച്ച ഞാനും, കാഴ്ചയുണ്ടെന്ന് അഹങ്കരിച്ച ശ്രീ മാണിക്യവും കണ്ണ് കെട്ടി കോർത്തിറങ്ങി. ആദ്യത്തെ പന്ത് തൊടുന്നതിന് മുമ്പ് മാണിക്യം വീണു, രണ്ടാമത്തെ പന്ത് തൊടുന്നതിന് മുമ്പ് ഞാനും വീണു. ഒരു പന്ത് പോലും കാലിൽ ടച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ കാഴ്ച ലോൺ പറഞ്ഞതുപോലെ ഉൾക്കാഴ്ചയിലൂടെയാണ് അവർ കളിച്ചത്. അവർക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആത്മവിശ്വാസം, അതാണ് അവർ മുന്നോട്ട്. ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ യൂഹാനോൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത ജിജി വെണ്ട്രാപ്പിള്ളിയിൽ, ജോൺസൺ K പൗലോസ്, ലിജോ മണ്ണാറപ്രായിൽ, ലീലാമ്മ ജേക്കബ്, ഡേവിഡ് സാമുവൽ, ബിനോയ് VS എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളായി ഓപ്പൺ, വനിത, ജൂനിയർ എന്നീ 3 വിഭാഗങ്ങളിലായി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിജയികൾ ഓഗസ്റ്റിൽ നടക്കുന്ന ദേശീയ സെലക്ഷൻ ടൂർണമെന്റിൽ പങ്കെടുക്കും. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.